ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്കും ഫുട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ബാലൻഡിയോർ ആര് നേടും പറയാറായിട്ടില്ല അല്ലേ? സീസൺ പകുതി മാത്രമേ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല, വേൾഡ് കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ബാലൻഡിയോർ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ വേൾഡ് കപ്പിലെ ഒരു പെർഫോമൻസ് കൂടി നോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻഡിയോർ ആർക്ക് ലഭിക്കും? ഒരു പവർ റാങ്കിങ് ഇപ്പോൾ goal.com പുറത്തുവിട്ടിട്ടുണ്ട്. goal.com ആണ് സാധാരണ ഈ ഒരു ബാലൻഡിയോറിൽ കുറച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പവർ റാങ്കിങ് പുറത്തുവിടുന്ന ആൾക്കാർ. അപ്പോൾ അവർ വിട്ടിട്ടുള്ള ഒരു പവർ റാങ്കിങ്ങിൽ ലയണൽ മെസ്സി ഉണ്ട്. വലിയൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് ഫുട്ബോൾ ലോകത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു പവർ റാങ്കിങ് നോക്കാം. ആദ്യ 10 സ്ഥാനത്തുള്ളത് ആരൊക്കെയാണ് എന്നതാണ് അവർ ആ ഒരു പവർ റാങ്കിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10ാം സ്ഥാനത്ത് വരുന്നത് PSG-യുടെ ആ ഒരു മൊറോക്കൻ വിങ് ബാക്ക് ആയിട്ടുള്ള അഷ്റഫ് ഹക്കീമിയാണ്. അഷ്റഫ് ഹക്കീമി ആ ഒരു PSG-ക്ക് വേണ്ടി തകർപ്പൻ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. താരമാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത്. അറിയാമല്ലോ, ലൂയിസ് എൻട്രിക്കയുടെ കീഴിലെ ആ ഒരു ടീമിൽ ഒരു കീ റോള് വഹിക്കുന്ന ഒരു പ്ലെയറാണ് അഷ്റഫ് ഹക്കീമി. ഹക്കീമിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. അപ്പോൾ ഹക്കീമിയാണ് 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 9ാം സ്ഥാനത്താണ് ലയണൽ മെസ്സി ഉള്ളത്. ഇവർ പറയുന്ന കാര്യമാണ് MLS കപ്പ് അദ്ദേഹം ജയിച്ചു. അതുപോലെ തന്നെ 22 ഗോളും 19 അസിസ്റ്റുമാണ് ഈ ഒരു പീരീഡിൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി സീസൺ അവരുടെ, അതായത് MLS സീസൺ അവസാനിച്ചു, ഇനി ആ സീസൺ ആരംഭിക്കും. അതിനുശേഷം വേൾഡ് കപ്പ്. ഇതിലൊക്കെ ഒരു വെച്ചുള്ള പെർഫോമൻസ് വെച്ചിട്ട് മെസ്സിക്ക് ലഭിക്കാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. 10ാം സ്ഥാനത്താണ്, 9ാം സ്ഥാനമാണ് ലയണൽ മെസ്സിക്ക് ഈ ഒരു 10 പേര് അടങ്ങിയിട്ടുള്ള ഈ ഒരു പവർ റാങ്കിങ്ങിൽ goal.com കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്തേക്കുക. ഇനി ബാക്കിയുള്ള സ്ഥാനം നോക്കാം. 8ാം സ്ഥാനത്ത് വരുന്നത് ലൂയിസ് ഡയസ് ആണ്. ബയൺ മ്യൂണിക്കിന്റെ താരം. ലിവർപൂളിൽ നിന്ന് ബയൺ മ്യൂണിക്കിലേക്ക് ഈ ഒരു കഴിഞ്ഞ സമ്മറിലാണ് താരം എത്തിയിട്ടുള്ളത്. തകർപ്പൻ പെർഫോമൻസ് ആണ് ബയണിൽ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 ഗോളും 9 അസിസ്റ്റും താരം ഇതിനോടകം നൽകി കഴിഞ്ഞു. ഈ ഒരു സീസണിൽ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് താരത്തിന്റെ ഭാഗം നമ്മൾ കാണുന്നത്. ലിവർപൂൾ താരത്തെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ് റിയാലിറ്റി. അപ്പോൾ അടുത്ത എന്ന് പറയുന്നത് 7ാം സ്ഥാനത്ത് മറ്റൊരു ബയൺ മ്യൂണിക് താരമായിട്ടുള്ള മിച്ചൽ ഒലിസ് ആണ് ഈ ഒരു സ്ഥാനത്തുള്ളത്. അറിയാലോ, ഒലിസ് അണ്ടർ റേറ്റഡ് ആണ്. ഒലിസ് എംബാപ്പയ്ക്കും ഡെംബലയ്ക്കും ഒപ്പം എടുത്തു പറയേണ്ട പേരാണ് ഈ ഒരു ഒലിസ് എന്ന പേര്. 12 ഗോളും 15 അസിസ്റ്റുമാണ് താരം ഇതിനോടകം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വേൾഡ് ക്ലാസ് ടാലന്റ് ആണ് ഒലിസിനെ കുറിച്ച് കൂടുതൽ ആരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഒലിസിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 6ാം സ്ഥാനത്ത് വരുന്നത് വിറ്റീനിയാണ്. ഇപ്പോൾ കറന്റ്ലി വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രേറ്റസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് തന്നെ പറയേണ്ടി വരും വിറ്റീനിയെ. ടോപ്പ് പെർഫോമൻസ് ആണ് PSG-ക്ക് വേണ്ടി താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ഗോളും 8 അസിസ്റ്റും ഇതിനോടകം താരം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സീസണിൽ. അപ്പോൾ കഴിഞ്ഞ സീസണിലായാലും ശരി, താരത്തിന്റെ ഒരു ബ്രില്യൻ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സീസണിലും താരം ആ ലെവലിലോ ഒരു പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആ ഒരു ബാലൻഡിയോർ ലിസ്റ്റിൽ 3ാമതായിരുന്നു വിറ്റീനിയ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിന് വലിയൊരു സാധ്യത ഈ ഒരു goal.com കരുതുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് 5ാം സ്ഥാനത്ത് ഡെക്ലൻ റൈസ് ആണ്. ആഴ്സണൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഈ ഡെക്ലൻ റൈസ് ആണ്. വളരെ മികച്ച പെർഫോമൻസ് ആണ് ആഴ്സണലിന്റെ മിഡ്ഫീൽഡിൽ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 ഗോളുകൾ ഇതിനോടകം താരം നേടിക്കഴിഞ്ഞു. 8 അസിസ്റ്റോളം താരം കൊടുത്തും കഴിഞ്ഞു. ആഴ്സണലിന് വേണ്ടി തകർപ്പൻ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ സീസണിലും ഇതേപോലത്തെ ഒരു നല്ലൊരു പെർഫോമൻസ് റൈസിന്റെ ഭാഗം നമ്മൾ കണ്ടിരുന്നു. അറിയാലോ, ആ റയലിനെതിരെയുള്ള ഒരു പെർഫോമൻസ് ഒന്നും ഒരാളും മറക്കാൻ സാധ്യതയില്ല. അതിനുശേഷം 4ാം സ്ഥാനത്ത് വരുന്നത് ലാമിൻ യമാലാണ്. സൂപ്പർ യങ്സ്റ്റർ ആണ് ലാമിൻ യമാൽ. സ്റ്റാർ ബോയ് ആണ് യമാലിന്റെ ഒരു ഈ സീസണിലെ പെർഫോമൻസ് 10 ഗോളും 14 അസിസ്റ്റിലുമാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അറിയാലോ, 18 വയസ്സ് താരത്തിന്റെ ഭാഗം ഈ ഒരു പെർഫോമൻസ് തന്നെ വലിയൊരു കാര്യമാണ്. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പ് ലെവൽ ക്വാളിറ്റി ഉള്ള ടോപ്പ് ടാലന്റ് ആയിട്ടുള്ള ടോപ്പ് ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയറിന്റെ ആ ഒരു നിലവാരമാണ് ഈ 18 വയസ്സിൽ ഈ ഒരു താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യമാലാണ് അങ്ങനെ 4ാം സ്ഥാനത്തുള്ളത്. FC ബാഴ്സലോണയുടെ. 3ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പെ. ഈജാതി ഫോമാണ് താരം ഈ ഒരു സീസണിൽ. 34 ഗോൾ ഇതിനോടകം അടിച്ചു കഴിഞ്ഞു. 34 ഗോള് സീസൺ പകുതിയായിട്ടുള്ളൂ. അതുമാത്രമല്ല, അതായത് 9 അസിസ്റ്റും താരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ക്ലാസ് ആണ് താരം, ഒരു സംശയവും വേണ്ട. അതുമാത്രമല്ല, 2ാം സ്ഥാനത്ത് പറഞ്ഞത് എർലിംഗ് ഹാലൻഡ് ആണ്. ഹാലൻഡിന്റെ ഈ സീസൺ എവിടെ പോയി നിൽക്കും എന്നറിയാൻ വയ്യ. 38 ഗോളാണ് ഹാലൻഡ് സ്കോർ ചെയ്തിട്ടുള്ളത്. 6 അസിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഹാലൻഡ് കുറെ കൂടി
ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഹാലിന്റെ ഭാഗത്ത് നിന്ന് ഈ സീസണിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ സീസൺ അപേക്ഷിച്ചാൽ ഒന്നാം സ്ഥാനത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹാരി കെയ്ൻ ആണുള്ളത് ബയൺ മ്യൂണിക്കിന്റെ. ഈ ഒരു ടോപ്പ് 10 ആദ്യ 10 3 താരങ്ങൾ ബയൺ മ്യൂണിക്കിന്റെ താരങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹാരി കെയ്ന് ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഹാരി കെയ്ൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 35 ഗോളും 3 അസിസ്റ്റും താരം ഇതുവരെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. താരത്തിൻ്റെ ഒരു ഗെയിം സ്റ്റൈല് ഒരു ഫാൾസ് നയൻ പോലെ ഇറങ്ങി വന്ന് കളിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഗെയിമാണ്. അറിയാൽ ഈ ലിസ്റ്റിൽ വീണ്ടും ബയണിൻ്റെ 2 താരങ്ങളുണ്ട്, ഒരു ലെഫ്റ്റ് വിങ്ങർ ഒരു റൈറ്റ് വിങ്ങർ. അവർക്ക് കൂടുതൽ ഗോൾ അടിക്കാനൊക്കെ ഉള്ളൊരു അവസരം ലഭിക്കാൻ കാരണം ഈ ഒരു രീതിയിലുള്ള ഒരു പൊസിഷനിങ് ആണ് ഹാരി കെയ്ൻ്റെ. അപ്പോൾ ഇതാണ് ഈ ഒരു പവർ റാങ്കിങ് 2026 ബാലൺ ഡിയോറിൻ്റെ പവർ റാങ്കിങ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പവർ റാങ്കിങ്ങിൽ ഹാപ്പിയാണ്. കാരണം 10 ആദ്യത്തെ 10 സ്ഥാനം ഇവർ തന്നെയാണ്. ഇപ്പോൾ കറന്റ് കളിക്കുന്നവരിൽ ഏറ്റവും ഫോമിൽ കളിക്കുന്ന 10 താരങ്ങൾ ഇവർ തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. ലയണൽ മെസ്സി എന്തുകൊണ്ട് ആ ഒരു സ്ഥാനത്ത് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെസ്സിയുടെ ആ ഒരു സീസൺ കഴിയുന്ന സമയത്ത് ട്രോഫി നേടി, സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, ഗോൾഡൻ ബൂട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നേടിയിട്ടുണ്ട്. അപ്പോൾ മെസ്സിക്ക് ബാലൺ ഡിയോർ ലിസ്റ്റിൽ ടോപ്പ് 10 ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു ചരിത്രമാണ്. ഇതുവരെ ടോപ്പ് 10 ഫിനിഷ് ചെയ്തിട്ടുള്ള ബാലൺ ഡിയോർ ലിസ്റ്റിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള നോൺ യൂറോപ്യൻ പ്ലെയർ, അതായത് യൂറോപ്പിന് പുറത്ത് കളിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് നെയ്മറാണ്. 2010 തോന്നുന്നു അദ്ദേഹം 10ാം സ്ഥാനം ബാലൺ ഡിയോർ നേടിയിരുന്നു. അപ്പോൾ മെസ്സിക്ക് അതിൽ മുകളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടെയിൽ.